So kutis, welcome back to Salem Learning. It's me Anurag. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എമംഗ് 4 ഡിജിറ്റ് നമ്പർ അല്ലേ, 4 അക്ക സംഖ്യകൾക്കൊപ്പം എന്നുള്ള ചാപ്റ്റർ നിങ്ങളുടെ സ്കൂൾ ഇപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. എന്തായാലും ചാപ്റ്റർ തീരാനായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയം എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്നത്തോടെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് മിസ് ഇങ്ങനെ ഓരോ ക്ലാസ്സിലും വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ മക്കൾ എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് വായിച്ച് നോക്കി ഓരോ പ്രോബ്ലം ആയിട്ട് ചെയ്യണം. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, ബോർഡിൽ നോക്കിയിട്ട് തന്നെ മക്കളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. എന്താ വരുക? ആശുപത്രിയിലായ കൂട്ടുകാരിയെ ഹെൽപ്പ് ചെയ്യണം അല്ലെ, സഹായിക്കണം. ഓരോ ക്ലാസ്സിൽ നിന്നും 1000 രൂപ വീതം ശേഖരിക്കണം. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യണം, 1000 റുപ്പീസ് നമ്മൾ പിരിച്ചെടുക്കണം അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലെ, ഒരു ക്ലാസ്സിൽ നിങ്ങൾ 4 എക്കാരുണ്ടാവും, ബിക്കാരുണ്ടാകും. അവർക്ക് എല്ലാവർക്കും എന്ത് വേണം, എല്ലാവരും കുറച്ച് പൈസ ഇട്ടിട്ട് നമുക്ക് തുല്യമായ പൈസ ശേഖരിച്ചിട്ട് 1000 രൂപ ഒരു ക്ലാസ്സിൽ നിന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂട്ടുകാരിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഓക്കെ, പണം ശേഖരിച്ചതിൻ്റെ വിശദാംശങ്ങൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ടാബിൾ മിസ് കാണിച്ചു തരാം. ആ ടാബിളിൽ 4 എക്കാരുടെയും ബിക്കാരുടെയും സിക്കാരുടെയും ഡിക്കാരുടെയും ഒക്കെ എന്തുണ്ട്, പൈസ ശേഖരിച്ചതിൻ്റെ കണക്കുകളുണ്ട്. എന്ത് വേണം, ഓരോ ക്ലാസ്സിലെയും 4-ാം ദിവസം ശേഖരിക്കേണ്ട പൈസ എത്രയാണെന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പട്ടികയിൽ എഴുതണം. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് 4 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, 1000 റുപ്പീസ് ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ദിവസം കൊണ്ട് 1000 റുപ്പീസ് ആവണമെങ്കിൽ ഓരോ ദിവസവും അല്ലേ, നോക്കിക്കേ, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം അല്ലേ, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ ക്ലാസ്സിലും അല്ലേ 4 എക്കാരും ബിക്കാരും സിക്കാരും ഡിക്കാരും ഒക്കെ ശേഖരിച്ച പൈസ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നോക്കുക. എന്തായാലും ഇതിൻ്റെ ആകെ തുക എത്രയാണ്, അതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, ഒരു ക്ലാസ്സിൽ നിന്ന് 1000 റുപ്പീസ് 1000 രൂപ പിരിക്കണമെങ്കിൽ ബാക്കി എത്ര കൂടെ ഇവർ 4-ാമത്തെ ദിവസം കൊടുക്കണം എന്നെൻ്റെ കുട്ടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത് വേഗം ഓരോ ക്ലാസ്സിലേക്ക് അല്ലേ, നമുക്ക് ആരെ ആദ്യം വേണ്ടത്, 4 ഏക്കാരെയാണ് ആദ്യം വേണ്ടത്. ഇപ്പം 4 ഏക്കാരെ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. നോക്കിക്കേ, 310-ഉം 490-ഉം 100-ഉം ആണ് വേണ്ടത്. 100-ഉം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൂട്ടി നോക്കണം. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, എത്ര വരും. 310, 490 and 100 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരു പൈസ കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ് അവർ 4 ഏക്കാര് ശേഖരിച്ച പൈസ എന്ന് പറയുന്നത്? യെസ്, 900 ആണല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് 900 റുപ്പീസാണ് ഇവിടെ ആര് ശേഖരിച്ചതടാ, നമ്മളുടെ 4-ാം ക്ലാസ്സിലെ എ ക്ലാസ്സിലെ മക്കളെ ശേഖരിച്ചത്. അപ്പോൾ നോക്കിക്കേ, ടോട്ടലായിട്ട് എനിക്ക് വേണ്ടത് 1000 രൂപയായിരുന്നു. അതിൽ 4-ാം ക്ലാസ്സിലെ കുട്ടികൾ 900 രൂപയും ശേഖരിച്ചു, എ ക്ലാസ്സുകാർ. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര രൂപ കൂടെ വേണം 1000 എത്താൻ വേണ്ടിയിട്ട്? എത്ര കൂടെ വേണ്ടി വരും? 100 രൂപയും കൂടെ മതി, 100 റുപ്പീസ് കൂടെ മതി. അപ്പോൾ ഇതാ 100 റുപ്പീസ് കൂടെ ആയാൽ 4-ാമത്തെ ദിവസം കൂടെ ശേഖരിച്ചാൽ 1000 റുപ്പീസ് ആയി. ഇനി അടുത്തത് അല്ലേ, 4 ബിക്കാരുടെ പൈസയും കൂടെ നമുക്കറിയണം. അപ്പോൾ നോക്കിക്കേ, 4 ബിക്കാർ എത്രയാണ് ശേഖരിച്ചത് നോക്കണ്ടേ. അപ്പോൾ നോക്കിക്കേടാ, 400 രൂപ 1-ാമത്തെ ദിവസം അല്ലേ, 400, 490 and 100. അപ്പോൾ ഇത്രയും രൂപ ശേഖരിച്ചിട്ട് ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ടാവും എൻ്റെ മക്കളെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ടോട്ടൽ 990 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, 990 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പം 1000-ലേക്ക് എത്തണമെങ്കിൽ ഈ 4 ബി ക്ലാസ്സുകാർ എത്ര രൂപ കൂടെ പിരിക്കേണ്ടി വരും? യെസ്, 10 രൂപ കൂടെ പിരിച്ചാൽ മതി. അപ്പോൾ ഇതാ 10 രൂപയെ കൂടെ 4-ാമത്തെ ദിവസം ആയാൽ 4 ബിക്കാരുടെ പൈസ ടോട്ടലായില്ലേ 1000 രൂപയായിട്ട് മാറി. ഇനി 4 സിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മക്കള്, 4 സിക്കാർക്ക് എത്ര വേണ്ടി വരും? ഒന്ന് ഡേ 1, ഡേ 2, ഡേ 3 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, എത്ര വരും? 410, 290 and 250, 250 റുപ്പീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 950 കിട്ടും അല്ലേ. അപ്പോൾ ഇതേ 950 കിട്ടി, 950 റുപ്പീസ് കിട്ടി. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് 1000 എത്താൻ അല്ലെ, 1000 എത്താൻ എത്ര രൂപ കൂടെ 4 സിക്കാർ പിരിക്കേണ്ടി വരും? 50 രൂപ കൂടെ പിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതാ 50 രൂപയും കൂടെ പിരിച്ചാൽ മതി. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ് 4 ഡിക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഡിക്കാരെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, എത്രയായിരിക്കും കിട്ടുക? 410,
490 and 99. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് എത്ര കിട്ടും? മൂന്നും ഒന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്താൽ 999 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 999 രൂപ. ഇനി 1 രൂപയും കൂടെ മതിയില്ലേ ആയിരത്താൻ. അപ്പോൾ 4ാമത്തെ ദിവസം 1 രൂപയും കൂടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം എൻ്റെ കുട്ടികൾക്ക്? അവിടുത്തെ പൈസ ശേഖരണം നിർത്തിവെക്കാം. അപ്പൊ 1000 രൂപയാവാൻ 4ാമത്തെ ദിവസം 4 എക്കാരും ബിക്കാരും സിക്കാരും ഡിക്കാരും ഒക്കെ എത്ര രൂപ പിരിക്കണം എന്നതാ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇത് ഓരോന്നായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള അളവ് തന്നെയാണോ അല്ലെ കൃത്യമായിട്ടുള്ള പൈസ തന്നെയാണോ എൻ്റെ കുട്ടികളും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ വെറുതെ അങ്ങ് പോവണ്ട അല്ലെ. നമുക്കിതൊക്കെ ചെയ്തതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞി കണക്ക് കൂടെ ഉണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആ കാര്യം കൂടെ കണ്ട് നോക്കി കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മളെ കമന്റ് ബോക്സിലാണ് വന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഇവിടെ നമുക്ക് 4 പേര് കുറച്ച് പൈസകൾ കണക്ക് കൂട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ പൈസ കണക്ക് കൂട്ടുന്നതിൻ്റെ അത് നോക്കിക്കേ, ഒരാളുടെ കയ്യിൽ 1 രൂപ കോയിൻ ആണുള്ളത് അല്ലെ. അപ്പൊ 1 രൂപ കോയിന് എത്രയുണ്ട് അയാളുടെ കയ്യില്? 1000 അല്ലെ, 1000 എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞേ. അതുപോലെ അടുത്ത ആളെ നോക്കിക്കേ നിങ്ങള്. അടുത്ത ആളുടേത് 10 രൂപ നോട്ടാണ് അല്ലേടാ. 10 രൂപയുടെ 100 എണ്ണം ഉണ്ട് അയാളുടെ കയ്യില്. അതുപോലെ 3ാമത്തെ ആളുടെ കയ്യിൽ 500 നോട്ട് 2 എണ്ണമേ ഉള്ളൂ. പാവല്ലേ, 2 എണ്ണേ ഉള്ളൂ. 4ാമത്തെ ആളുടെ കയ്യിൽ 100 നോട്ട് 10 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ എന്താ വേണ്ടത്? ഈ 4 പേരുടെ കയ്യിലും ടോട്ടലായിട്ട് എത്ര എമൗണ്ട് ഉണ്ട് എന്നെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് ടോട്ടൽ എത്ര കിട്ടും അല്ലേ? 1ന്റെ 1000, 10ന്റെ 100, 500ന്റെ 2, 100ന്റെ 10 എണ്ണം. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്ര രൂപയാണ് 4 പേരുടെ കയ്യിലും കൂടെ ഒരുമിച്ചുള്ളത് എന്നെ മക്കൾ കണ്ടുപിടിക്കില്ലേ? കണ്ടുപിടിച്ചിട്ട് ഇത് ഓടി വന്ന് നമ്മൾ കമന്റ് ബോക്സിൽ പറയണം. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്ററിലുള്ളൂ. അപ്പൊ അതിലൊന്നും സംശയിക്കേണ്ടതില്ല. എന്നാലും എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് ആ ഒരു ചാപ്റ്റർ വൈസ് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതുകൂടെ നിങ്ങളെ കമന്റ് ബോക്സിൽ പറയാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മളെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കാമോ മിസ്സേ, അല്ലെങ്കിൽ ഈ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ആക്കാമോ മിസ്സേ എന്നുള്ള രീതിയിൽ പുതിയ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും മിസ്സ് ആ ഒരു കാര്യവും കൊണ്ട് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.